നമസ്കാരം. ഇന്ത്യ റഷ്യ ആയുധ ഇടപാടിന്റെ ഭാഗമായി സ്ട്രാറ്റജിക് ബോംബറുകൾ നാം സ്വന്തമാക്കാൻ പോകുന്നു. ലോകത്തിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി സ്ട്രാറ്റജിക് ബോംബർ വിമാനങ്ങൾ ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഈ സ്ട്രാറ്റജിക് ബോംബർ വിമാനത്തിന്റെ പേര് ടുപ്പലോവ് Tu-160 ബ്ലാക്ക് ജാക്ക് എന്നാണ്. എന്താണ് ഇതിന്റെ സവിശേഷതയെന്നും ആവശ്യകതയെന്നും നമുക്ക് പരിശോധിക്കാം. സുഖോയും തേജസ്സും പോലെയുള്ള ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ട്രാറ്റജിക് ബോംബർ വിമാനങ്ങൾ. ഇത്തരം വിമാനങ്ങൾ ശത്രുക്കളുടെ ഫൈറ്റർ വിമാനങ്ങളോട് പോരടിക്കുന്നതിന് പകരം അവരുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ബോംബിടാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളവയാണ്. 1987 ആദ്യമായി ടുപ്ലോവ് Tu വിമാനങ്ങൾ റഷ്യൻ വ്യോമസേനയുടെ ഭാഗമാവുന്നത്. അന്ന് സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള 32 വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1991 സോവിയറ്റ് യൂണിയൻ വിഭജിച്ച ശേഷം ഇതിൽ 16 എണ്ണം റഷ്യയുടെ കയ്യിലും 16 എണ്ണം ഉക്രൈന്റെ കയ്യിലുമാണ് നിലവിലുള്ളത്. ആണവായുധം വഹിക്കാൻ കഴിവുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. പോരാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാലാവസ്ഥയിലും ഇതിന് പറക്കാൻ കഴിയും. അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനവും വഹിക്കാനുള്ള കഴിവ് ഈ വിമാനത്തിനുണ്ട്. മണിക്കൂറിൽ 2200 കിലോമീറ്ററാണ് ഇതിന്റെ പരമാവധി വേഗത. 12300 കിലോമീറ്ററാണ് ഇതിന്റെ റേഞ്ച്. ചൈനയുടെ കൈവശമുള്ള സിയാൻ H-6 സ്ട്രാറ്റജിക് ബോംബറുകൾക്ക് ഒത്ത എതിരാളിയാണ് ഈ Tu-160 ബോംബറുകൾ. എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള Tu-160 ബോംബറുകൾക്കുള്ള ഒറ്റ പോരായ്മ ഇത് പൂർണ്ണമായും ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല എന്നുള്ളതാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്നാൽ റഡാറിന്റെ കണ്ണുകളെ പൂർണ്ണമായും വെട്ടിക്കാൻ കഴിവുള്ളത് എന്നതാണ്. ഇതിനെ ഒരു സെമി സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ചൈനയുടെ കൈവശമുള്ള സിയാൻ H-6 വിമാനങ്ങളും പൂർണ്ണമായും സ്റ്റെൽത്ത് അല്ല എന്നുള്ള കാര്യം നമുക്കും ആശ്വാസം നൽകുന്നതാണ്. നമ്മുടെ 5ാം തലമുറ AMCA വിമാനങ്ങൾ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് പൂർണ്ണമായും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള ജെറ്റ് വിമാനങ്ങൾ സ്വന്തമായി ഉണ്ടാവും. ഈ ഒരു കാര്യത്തിൽ ചൈനയും ഒട്ടും പിന്നിലല്ല എന്ന് തന്നെ പറയാം. അവരും സിയാൻ H-20 വിമാനങ്ങളുടെ പണിപ്പുരയിലാണ്. ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള വിമാനങ്ങൾ സ്വന്തമായി ഉണ്ടാകും. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കൻ ഐക്യനാടുകൾ തന്നെയാണ് വളരെ മുന്നിലെന്ന് നമുക്ക് പറയാം. അത്യാധുനിക സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ബോംബർ വിമാനങ്ങളാണ് ഇവരുടെ കൈവശമുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഏതൊരു ഭീഷണിയും മറികടക്കാൻ വൈറ്റ് സ്വാൻ എന്നറിയപ്പെടുന്ന Tu-160 ബോംബറുകൾക്ക് കഴിയും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദവും കരാറുമൊക്കെ ആശങ്കയോടെയും അസൂയയോടുകൂടിയും വീക്ഷിക്കുന്നത്. കൂടുതൽ ശുഭവാർത്തകൾക്കായി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ജയ് ഹിന്ദ്.